നമസ്കാരം പ്രിയമുള്ളവരെ, എല്ലാവർക്കും എൻ്റെ പുതുവർഷ ആശംസകൾ. എല്ലാവർക്കും, ലോകത്തിലുള്ള മുഴുവൻ ആൾക്കാർക്കും. കാരണം ഞാനിന്ന് വീണ്ടും പുസ്തകം പരിചയപ്പെടുത്താൻ വന്നിരിക്കുക. ധാരാളം സുഹൃത്തുക്കൾ എന്നോട് പറയാറുണ്ട്, ഓഷോൻ്റെ നല്ല ഗ്രന്ഥങ്ങൾ ഒന്നുകൂടി പരിചയപ്പെടുത്തുക മാഷെ. കാരണം ഓഷോന് ഇഷ്ടപ്പെടുന്ന എത്രയോ ആൾക്കാരുണ്ടാവും. എല്ലാവരും ഇഷ്ടപ്പെടുന്ന നിയമമൊന്നുമില്ലല്ലോ. പക്ഷേ ഓഷോന് ഇഷ്ടപ്പെടുന്ന എത്രയോ ലക്ഷക്കണക്കിന് ഓഷോൻ്റെ ശിഷ്യന്മാരുണ്ട്. ഓഷോ ആൾക്കൂട്ടത്തോടൊന്നും പറഞ്ഞിട്ടില്ല, തൻ്റെ ശിഷ്യന്മാരോടാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളത്. എല്ലാവരും മെഡിറ്റേഷൻ ചെയ്യുന്ന ശിഷ്യന്മാരാണ്, അല്ലാണ്ട് ആൾക്കൂട്ടമല്ല, സമൂഹത്തോടല്ല പറഞ്ഞത്. തൻ്റെ അരികിൽ വന്ന, തന്നെ വിശ്വസിച്ച, തന്നിൽ സമർപ്പിച്ച ശിഷ്യന്മാരോടായിട്ടാണ് ഓഷോ എല്ലാം സംവദിച്ചത്. അല്ലാണ്ട് പൊതുവേദിയിൽ പ്രഭാഷണം നടത്തിയല്ല ഓഷോ. അപ്പോൾ അങ്ങനെയുള്ള ഓഷോൻ്റെ 650-ൽ പരം ഗ്രന്ഥങ്ങളിൽ ഉള്ള ഒരു ഗ്രന്ഥത്തെ ഞാൻ പരിചയപ്പെടുത്താം. ഇത് പ്രേമഭാജനം. ഇത് നമുക്കറിയപ്പെടാത്ത കൽക്കട്ടയിലൊക്കെയുള്ളൊരു ബൗൾ ലൈഫുണ്ട്. ബൗൾ എന്ന് പറയുമ്പോഴേ നാടോടികൾ എന്ന അർത്ഥം. കാരണം അവരെവിടെയും സ്ഥിരമായി നിൽക്കാറില്ല. അവർ എപ്പോഴും ആടിക്കൊണ്ടും പാടിയും അവർ അവരുടെ ജീവിതത്തെ മുന്നോട്ട് നീക്കുകയാണ്. ആരോടും പരാതിയില്ല, പരിഭവമില്ല, കുറ്റപ്പെടുത്തലില്ല. സ്വന്തമായി വീടോ അമ്പലമോ ക്ഷേത്രമോ പ്രത്യേക ആദർശങ്ങളൊന്നുമില്ലാതെ ഹൃദയം കൊണ്ട് ജീവിക്കുന്നവർ, കവിഹൃദയന്മാർ. അവരുള്ളിൽ നിന്നും വരുന്ന കാവ്യാത്മകമായ സംഗീതത്തെ അവർ പാടിയും ആടിയും അവർക്ക് വേണ്ടി, ആരെയും കേൾപ്പിക്കാനല്ല, അവരുടെ ആത്മാവിന് വേണ്ടി അത് സദാ എപ്പോഴും ഒരു ഉന്മാദ അവസ്ഥയിൽ, ഒരു ലഹരിയാണ് അവർക്ക് നാളത്തെക്കുറിച്ച് ചിന്തിക്കാനൊന്നുമില്ല. നിമിഷത്തിൽ ജീവിക്കുന്ന ബൗൾ ലൈഫിനെ കുറിച്ചിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് പ്രേമഭാജനം എന്ന ഈ മഹത് ഗ്രന്ഥം. ഇതിൽ ധാരാളം രസകരമായ കഥകളൊക്കെ ഉണ്ട്. വളരെ മനോഹരമായി അവരുടെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് പറയുകയാണ്. അതിൽ അവരുടെ ഒരു ദാർശനിക തലമുണ്ട്. അവർ ബുദ്ധിജീവികളൊന്നുമല്ല. ലോകത്തെക്കുറിച്ച് ധാരാളം കാര്യം ചിന്തിക്കാനോ പഠിക്കാനോ അവർ മെനക്കെടാറില്ല. അവരുടെ കയ്യിലുള്ള ഒരു ചെറിയ താളവാദ്യവും ചെറിയൊരു തമ്പുരുമായി, ഒരു കൈ കൊണ്ട് കൊട്ടിയും ഒരു കൈ കൊണ്ട് തമ്പുരു വായിച്ചും അവർ പാടി അങ്ങനെ അവർ സെലിബ്രേറ്റ് ചെയ്യുക. അങ്ങനെ ഒരു വിഭാഗമുണ്ട് കൽക്കട്ടയിലൊക്കെ. പ്രത്യേകിച്ച് രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഒക്കെ ആ മേഖലയിൽ അദ്ദേഹമൊക്കെ ഈ ബൗൾ ലൈഫിൻ്റെ ഇതിനെ മനസ്സിലാക്കിയ ധാരാളം ഗാനങ്ങളൊക്കെ സൃഷ്ടിച്ചതാണ് രവീന്ദ്രനാഥ ടാഗോർ. കൽക്കട്ടയിലാണ്. നമ്മളിവിടെ കുറവാണ്, പക്ഷേ എങ്കിലും അത് മഹത്തരമാണ്. അവരെപ്പോഴും സമർപ്പിച്ചപ്പോൾ ഒന്നും ഭാവിയിലായിത്തീരാനോ ആവാനോ വേണ്ടിയിട്ടുള്ള ഒരു യജ്ഞമില്ല, പഠനമില്ല, പരീക്ഷയില്ല. തൻ്റെ ജീവിതം സെലിബ്രേഷനായി അങ്ങനെ അവർ ലയിച്ചു പോകുന്നു. അനന്തതയിലേക്ക്, സത്യത്തിലേക്ക്. ഒന്നിനോടും താല്പര്യമില്ല. നിങ്ങൾ മോക്ഷം അടയണമെന്നോ നാളെ എൻലൈറ്റ്മെൻറ്റ് വേണമെന്നോ ഒരാളെ അവർ ഉപയോഗപ്പെടുത്താറില്ല. അവരുടെ ആ കിട്ടുന്നതിൽ ഭിക്ഷാന്തേഹികളെ പോലെ അവരങ്ങനെ ആടിയും പാടി സെലിബ്രേറ്റ് ചെയ്തൊരു വിഭാഗത്തെക്കുറിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ്. പ്രിയമുള്ളവരെ, മറ്റൊരു ബുക്കാണ് ഒരു ഗാനത്തിൻ്റെ മൗനം. ഈ പുസ്തകം പറയുന്നത് ബുദ്ധൻ്റെ കൺസെപ്റ്റാണ്. എന്താണ് സൈലൻസ്? സൈലൻസിന് രണ്ട് മാനമുണ്ട്. ഒന്ന് അവബോധമില്ലാത്ത സൈലൻസ്, അതായത് നമ്മളിപ്പോൾ വെറുത്ത് കഴിഞ്ഞാൽ, ഒരാളോട് ദേഷ്യം പിടിച്ചാൽ സൈലൻസ് ആവും. സ്വാഭാവികം, ആരോടും മിണ്ടില്ല. ആ സൈലൻസ് അല്ല ഉദ്ദേശം. എല്ലാം അറിഞ്ഞുകൊണ്ടുള്ള ഒരു സൈലൻസ്, ആധുനിക ഭാവത്തിലുള്ള, സമർപ്പണ ഭാവത്തിലുള്ള ഒരു നിശബ്ദത. അതിൽ സംഗീതമുണ്ട്, എല്ലാം അതൊരു സമഗ്രമായ ഒരു എൻജോയ്മെൻറ്റാണ് ആ ഒരു സൈലൻസ്. അതാണ് മൗന സംഗീതം എന്നൊക്കെ പറയുന്നില്ലേ. അങ്ങനെ ആ തലത്തിലേക്ക് ബുദ്ധൻ്റെ ധാരാളം വചനങ്ങളടങ്ങിയതാണ് ഒരു ഗാനത്തിൻ്റെ മൗനം എന്ന ഈ പുസ്തകം. ഇതും ധാരാളം കഥകളും വളരെ രസകരമായി വായിച്ചു പോകാൻ പറ്റുന്ന നല്ലൊരു ഗ്രന്ഥമാണ്. ധാരാളം ബുദ്ധനെക്കുറിച്ചിട്ടുള്ള ധാരാളം കാര്യങ്ങൾ ഇതിലൂടെ മനസ്സിലാക്കാം. നല്ലൊരു ഗ്രന്ഥമാണ്. പ്രിയമുള്ളവരെ, അടുത്ത പുസ്തകം എന്ന് പറയുന്നത് തന്ത്രയുടെ ലോകമാണ്. ധാരാളം തെറ്റിദ്ധരിക്കപ്പെട്ട, കാരണം ഇന്നും തെറ്റിദ്ധരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് തന്ത്ര എന്ന ടെക്നിക്ക് എന്നർത്ഥം. നമുക്കൊരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്താം. അതാണല്ലോ ഇപ്പോൾ നമ്മളിപ്പോൾ തോണി ഉണ്ടാക്കി ഈ വെള്ളം മുറിച്ച് കിടന്ന് അപ്പുറം പോവാം. ഒരു 4 കൊടുത്തു കഴിഞ്ഞാൽ, 1 റുപ്യ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അപ്പുറം എത്താം. നീന്തേണ്ട ആവശ്യമില്ല, ആ തോണിയിൽ കയറിയിരുന്നാൽ മതി. ഇതാണ് ടെക്നോളജി, തന്ത്ര. നമുക്ക് ജീവിത യാത്ര കുറച്ചും കൂടി എളുപ്പമാക്കാം. അതാണല്ലോ എഞ്ചിനീയറിംഗ് ഒക്കെ വരുന്നത്. എഞ്ചിനീയറിംഗ് അതിൽ പറ്റുന്നത്. അപ്പോൾ അതിൽ താന്ത്രിക് ലൈഫ് എന്നിട്ട് ലൈഫാണ് ഇത്. പാർവതി ശിവനാണ് അതിൻ്റെ മാക്സിമം. ധാരാളം 108 വിദ്യകളും താന്ത്രിക് ലൈഫിലേക്ക്, താന്ത്രിക് മെഡിറ്റേഷൻ ഉണ്ട്. അതൊക്കെ നമ്മൾ ഇവിടെ പഠിപ്പിക്കുന്നില്ല ആരും. അതൊക്കെ മറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ മനുഷ്യനിങ്ങനെ ഇന്നത്തെ വികൃതമായ ഈ കാമലീലകളൊക്കെ പെട്ട് അവൻ്റെ സമയം വേസ്റ്റാവുക. കാരണം ഇതിൻ്റെ ശാസ്ത്ര സാങ്കേതിക അറിയില്ല, ഇതിൻ്റെ എങ്ങനെ ഇത് ആസ്വദിക്കണം എന്നറിയില്ല. അവനിങ്ങനെ ഭ്രമിച്ചുകൊണ്ട് അതിൻ്റെ ഇരയായിത്തീരുകയാണ്. ഈയാമ്പാറ്റകൾ അഗ്നിയിൽ പോയി പതിക്കുന്നത് പോലെ
അവൻ അന്ധമായി പോയി അങ്ങനെ നശിച്ചു പോവുകയാണ്. അപ്പോൾ അതിനെ ഒരു അവെയറോടുകൂടെ അതിനെ നിങ്ങൾക്ക് മെഡിറ്റേഷനാക്കി മാറ്റാവുന്ന രീതിയിലുള്ള തന്ത്ര സെക്സിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അത് എങ്ങനെ ചെയ്യണം, എങ്ങനെയാണ് അതിൻ്റെ രീതികളൊക്കെ. പിന്നെ ധാരാളം മെഡിറ്റേഷൻ ടെക്നിക്സും ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. തന്ത്രിയുടെ ലോകം ഇത് ധാരാളം തെറ്റിദ്ധരിക്കപ്പെട്ട ബുക്കാണ്. പക്ഷേ വായിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും എന്താണ് യഥാർത്ഥ സെക്സ് എന്നും എന്താണ് മെഡിറ്റേഷൻ എന്നും അതിൻ്റെ ചലനവും ഒരു വളരെയധികം സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ട ഒരു സംഗതിയാണ് നമ്മൾ ബ്രീത്ത് ഒബ്സർവേഷനും പിന്നെ ഈ ലോകം കാണുമ്പോഴുണ്ടാകുന്ന നമ്മളെ ഈ ദാർശനിക തലം ഇതൊക്കെ എങ്ങനെ വേണമെന്ന് വളരെ വിശദമായി ഓഷോ ഇതിൽ പറയുന്നുണ്ട്. നല്ലൊരു ഗ്രന്ഥമാണ് തന്ത്രിയുടെ ലോകം. ഇത് വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും ഒരു പ്രത്യേക ഒരു അനുഭൂതിയായിരിക്കും ലോകത്തോടും മനുഷ്യരോടും. കാരണം ലോകത്ത് നിന്ന് വിട്ടുപോകാനല്ല പറയുന്നത്. ഈ ലോകത്തിൽ ഇരുന്നു കൊണ്ട് ലോകത്തിന് ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ ലോകത്തെ വെറുക്കാതെ ഇവിടെയുള്ള ഒന്നിനെയും വെറുക്കാതെ ഇതിനെ നേരെയാക്കാൻ ഇതിനെ ഒരു സംഗീതമായി ഓർക്കസ്ട്ര ഒരു കവികൾക്ക് കാവ്യത്തിന് സംഗീതം നൽകുന്നത് പോലെ അത് മനോഹരമായ ഒരു ഓർക്കസ്ട്ര സിംഫണിയായി മാറ്റുവാൻ കഴിയുന്ന രീതിയിലുള്ള കുറേ ഉപമകൾ ഓഷോ ഇതിൽ പറയുന്നുണ്ട്. ജീവിതമാണ് നമ്മുടെ ജീവിതം തന്നെ രതിയായി സെലിബ്രേഷനായി കൊണ്ടാടുവാൻ അത് മറ്റൊരാളെ കിടന്ന് ആക്രമിക്കലോ മറ്റുള്ളവരെ തട്ടി ഒന്നുമല്ല. നമ്മൾ നൈസർഗികമായ ജൈവപരമായ ആ ഹൃദയത്തിൻ്റെ ആ ഓപ്പണിങ് അതിൽ നിന്നുണ്ടാവുന്ന പ്രണയം അതാണ് സത്യം. അത് ദൈവികമാണ്. അത് ദൈവമാണ് അവിടെ പ്രവർത്തിക്കുന്നത്. ദൈവികതയില്ലാതെ ആ പ്രണയം സംഭവിക്കില്ല. ബാക്കിയൊക്കെ ബ്രെയിനിലുള്ളതാണ്. അതാണ് ഇവിടെ പറ്റുന്ന എല്ലാ കുഴപ്പങ്ങളും. ആവശ്യം കഴിഞ്ഞാൽ വലിച്ചെറിയുക, നമ്മൾ ആവശ്യത്തിന് വേണ്ടി പലതും അഭിനയിക്കുക, ഇതൊക്കെ നമ്മൾ അതിൻ്റെ പരിണതഫലം അറിയാമല്ലോ. അപ്പോൾ ആ തലത്തിലല്ല നമ്മൾ ശാശ്വതമായ നാച്ചുർ റിയാലിറ്റിയിലേക്ക് വരികയും അവിടെ പ്രണയം കൊണ്ടും സ്നേഹം കൊണ്ടും നമ്മൾ ഈ ദിവ്യാനുഭൂതിയെ വൈകാരിക മണ്ഡലത്തെ നമ്മൾ അനുഭവിക്കുമ്പോൾ അതും ദൈവികമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിൽ പെട്ടുപോകരുത്. അതിൻ്റെ ആളിക്കത്തലിൽ നമ്മൾ അമർന്നു പോകരുത്. അതിനെ സൂക്ഷ്മമായ നിരീക്ഷണത്തോടുകൂടെ ആ തലത്തെ നിങ്ങൾക്ക് അനുഭവപ്പെടുത്താൻ പറ്റുന്ന രീതിയിലുള്ള കുറേ കാര്യങ്ങൾ ഇതിൽ ഓഷോ പറയുന്നുണ്ട്. തന്ത്രയുടെ ലോകം ഇതും നിങ്ങൾ വായിച്ചിരിക്കേണ്ട ബുക്കാണ്. ധാരാളം കാര്യങ്ങൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. പുസ്തകം നിങ്ങൾക്ക് ഓൺലൈനിൽ കിട്ടും. അല്ലെങ്കിൽ സൈലൻസ് ബുക്ക് സ്റ്റാൾ കോഴിക്കോടുണ്ട്, തിരുവനന്തപുരത്തുണ്ട്. സൈലൻസ് അവരാണ് ഈ ബുക്കൊക്കെ ഓഷോൻ്റെ ധാരാളം കൃതികൾ മലയാളത്തിൽ പരിഭാഷപ്പെടുത്തി വളരെ മനോഹരമായി പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓഷോ നമ്മുടെ സുഹൃത്തുക്കളാണ്. അത് നിങ്ങൾക്ക് കോഴിക്കോടുണ്ട് ഓഷോ ബുക്ക് സ്റ്റാൾ എന്ന് പറഞ്ഞിട്ട് കോഴിക്കോട് മാവൂർ റോട്ടിൽ കിട്ടും. അതുപോലെ തിരുവനന്തപുരത്ത് എറണാകുളത്ത് പനമ്പള്ളി നഗറിൽ ഓഷോ ഗ്ലിംസിൽ കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് അത് യൂട്യൂബിൽ അടിച്ചാൽ കിട്ടും. അതിൻ്റെ ലിങ്ക് ഗൂഗിളൊക്കെ സെർച്ച് ചെയ്താൽ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അവരെ അഡ്രസ്സിൽ വിളിച്ച് പറഞ്ഞാൽ അവർ അയച്ചു തരും, കുറിയിൽ അയച്ചു തരും. കിട്ടാൻ എളുപ്പമില്ല, ധാരാളം സാധ്യതയുള്ളതാണ്. അസാധ്യമായി ഒന്നും പറയുന്നില്ല സുഹൃത്തുക്കളെ. അപ്പോൾ ഈ വഴി എന്ന് പറയുന്നത് ധ്യാനത്തിൻ്റെ വഴി എന്ന് പറയുന്നത് ഉത്സവത്തിൻ്റെ ആഘോഷത്തിൻ്റെ വഴിയാണ്. ഒരു ഡിപ്രഷൻ്റെ വഴിയല്ല, മറ്റൊരാളെ വെറുത്തുകൊണ്ടുള്ള യാത്രയല്ല, എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ചേർന്നുകൊണ്ടുള്ള സമഗ്രമായ ബോധത്തോടു കൂടിയുള്ള ഒരു യാത്രയാണ്. അതിൽ കുടുംബം ഉണ്ടാവട്ടെ, മക്കളുണ്ടാവട്ടെ, ഭാര്യ ഉണ്ടാവട്ടെ, എല്ലാവരും ഉണ്ടാവട്ടെ, അവരെല്ലാം സ്നേഹിച്ചുകൊണ്ട് തന്നെ ഈ അലോട്ട്മെൻറ്റ് ഡേ നമുക്കറിയാം. നമ്മളെ സാമർത്ഥ്യം കൊണ്ടോ കഴിവ് കൊണ്ടല്ല നമ്മൾ ജീവിച്ചിരിക്കുന്നത്, യാതൊരു സംശയവും വേണ്ട. ഈ 60 ട്രില്യൺ സെല്ലുകളാണ് നമ്മുടെ ബോഡിയിലുള്ളത്. 60 ട്രില്യൺ സെല്ലുകൾ, ഒരു വലിയൊരു നഗരമാണ് നമ്മുടെ ഈ ബോഡി. അതിൽ ചില സമയത്ത് ചില സെല്ലുകൾക്ക് പണിമുടക്കും, ചിലത് ആക്റ്റീവ് ആവും. നമുക്ക് ദേഷ്യം വരുമ്പോൾ കാണുന്നില്ല, നമ്മളാകെ ഗിയർ ചേഞ്ചായി BP ഒക്കെ കൂടി നമ്മൾ ഭ്രാന്താവസ്ഥയിലെത്തും. അത് പിന്നെ തളരുമ്പോൾ വീണ്ടും നമ്മൾ ശാന്തമാകും, പിന്നെ കുറ്റബോധം വരും, അങ്ങനെയാണ് കാണുന്നില്ല. അപ്പോൾ ഇങ്ങനെ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഒരു പരിധിവരെ നമുക്ക് ഇമോഷണൽ കൺട്രോൾ ഉണ്ടാവും. സെൽഫ് അത് പ്രത്യേകം ചെയ്യേണ്ട, സ്വാഭാവികമായിട്ട് തന്നെ ഇൻ്റലക്ച്വൽ ലെവൽ ഡെവലപ്പ് ചെയ്യും. ഏറ്റവും വലിയ ടെക്നിക്കാണ് മെഡിറ്റേഷൻ. ഓഷോ പറയുന്നത് ഇൻ്റലക്ച്വലായിട്ട് വളരണമെങ്കിൽ മെഡിറ്റേഷൻ ചെയ്തേ പറ്റൂ. എല്ലാവരും ഇൻ്റലക്ച്വൽ ലെവലിൽ, ഇൻ്റലക്ച്വൽ എന്ന് പറയുമ്പോഴേ ശ്രദ്ധയുള്ളവനാകുക എന്നർത്ഥം. ഏതൊരു സമയത്തും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും വാഹനം ഓടിക്കുമ്പോഴെല്ലാം പൂർണ്ണ ബോധത്തോടു കൂടെ പ്രസൻറ്റിൽ ഇരിക്കാനാണ് ഇൻ്റലക്ച്വൽ. അപ്പോൾ അബദ്ധം പറ്റില്ല, വളരെ കുറവാണ്, റെയർ കേസ്. പിന്നെ ചില സമയങ്ങൾ വിധിയുടെ വിഹിതം നമുക്കറിയില്ല, അജ്ഞാതമാണല്ലോ, സംഭവിച്ചേക്കാം. അതുവരെ നമ്മൾ അവെയറായിക്കൊണ്ട് സന്തോഷമായി സെലിബ്രേറ്റ് കോൺഷ്യസ് ലിവിങ്, അതായത് ബോധപൂർവമുള്ളൊരു ജീവിതം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുമാറാകട്ടെ. അതിനുവേണ്ടി ഈ ധ്യാന സങ്കേതങ്ങളെല്ലാം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. ധാരാളം മെത്തേഡ്സ് ഉണ്ട്. ആ മെത്തേഡ്സ് ഏതെങ്കിലും നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്തി നിങ്ങളുടെ ജീവിതം ധന്യമാക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം. വീണ്ടും കാണാം.